നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഓഫ് കിട്ടിയൊരു ദിവസമാണിന്ന്. അപ്പോൾ ഇന്ന് പൂർണ്ണമായിട്ട് കുറച്ച് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ടുള്ള കുറച്ച് ഗ്രോസറീസ് വാങ്ങിക്കുന്നു. പിന്നെ പിള്ളേർക്ക് കുറേ കാലമായിട്ട് പറയാൻ വേണ്ടി തുടങ്ങിയൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റാർബക്സിൽ പോയിട്ട് എനിക്ക് അറിയത്തില്ലാത്ത എന്തോ ഒരു ഐറ്റം തിന്നണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ രണ്ടിനും എടുത്തുകൊണ്ട് പോവാണ്. സ്ട്രോബെറി ആണ്. ആണോ? പിന്നെ കേക്ക് പോപ്പ്. ഓക്കെ, ഈ രണ്ട് സാധനം മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്ന് അവധി കിട്ടിയ ദിവസം എന്നെ വധിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് രണ്ടുപേരും. മേടിച്ചില്ലെങ്കിൽ പണി വാളി. എന്നാ മേടിച്ചില്ലെങ്കിൽ ഞാൻ പാപ്പിയോട് പറയും. ആണോ? ആദ്യം നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ടെസ്കോയിലേക്കാണ് കേട്ടോ. ആദ്യം ടെസ്കോയിലേക്ക് പോകുന്നു. ടെസ്കോയിൽ പോയിട്ട് കുറച്ച് സാധനം വീട്ടിലോട്ടുള്ള ഗ്രോസറീസ് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ ഇവരെ കൊണ്ട് സ്റ്റാർബക്സിൽ പോകുന്നു. അത്രേ ഉള്ളൂ, ഒരു ദിവസത്തെ ഓഫായിട്ടിരിക്കുന്ന ദിവസത്തെ പ്രോഗ്രാംസ്. പിന്നെ മമ്മി വരുമ്പോഴത്തേക്ക് ഗൺവർഫ് പോകും. അപ്പം നേരെ ടെസ്കോയിലേക്ക്. സാധാരണ അവധിയുള്ള ദിവസങ്ങളിൽ ഞാൻ പിള്ളേരെ രണ്ടുപേരെ ഒറ്റയ്ക്ക് ഞാൻ കറങ്ങാൻ വേണ്ടി കൊണ്ടുപോകാറുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കാർ സീറ്റിൽ ഇരുത്തിയാണ് നമുക്കിവിടെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നത്. അതായത് കാർ സീറ്റ് മസ്റ്റാണ് നമുക്ക്. പിന്നെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അത് ഇവരുടെ സേഫ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. പിന്നെ ഞാൻ കൊണ്ടുപോകുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും കൂടാതെ ഇവരുടെ കൂടെ പോയി. ഞാൻ ഇവരെയും കൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് ലീവുള്ള ദിവസം മാക്സിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വരെയുള്ള ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര പോകാറുണ്ട്. അപ്പോൾ ഇവിടെ കാർ സീറ്റിൽ ഇരുന്നാണ് ഇവർ പുറകിലാണ് ഇരിക്കാറുള്ളത്. കാർ സീറ്റിൽ ഇരുത്തിയാണ് ഇവരെ ഞാൻ കൊണ്ടുപോകാറുള്ളത്. നാട്ടിൽ കാർ സീറ്റ് വരുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറേ ആളുകൾ പറയുന്നുണ്ടായി. പക്ഷേ ഞാൻ പറയുന്നത് ഭയങ്കര സേഫാണ് കാർ സീറ്റ്. നിങ്ങൾക്ക് നാട്ടിലാണെങ്കിലും മേടിച്ച് വെക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ കാർ സീറ്റ് വെക്കണം. അപ്പോൾ കാർ സീറ്റിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും സാറിന് സുമി ഉണ്ടാവാറുണ്ട്. സുമി ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവരെ കൊണ്ട് പോകാറുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ട് ഇവർ പുറകിലിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ കാർ സീറ്റ് വെച്ചിട്ട് രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുവാണെങ്കിൽ യാതൊരു വിഷയമില്ല നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇൻ കേസ് ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങുവാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഇൻ കേസ് പെട്ടെന്നൊരു ബ്രേക്ക് ഇടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവർ ലോക്ക്ഡാണ്, അവർക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ കാർ സീറ്റ് മേടിക്കാൻ പറ്റുന്നവരെല്ലാം മേടിച്ച് ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നല്ല സേഫാണ്. ഇവരെ കൊണ്ട് എത്ര ദൂരം വേണേലും നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ട് ഇവർക്ക് പരിചയമാണ്. അതുകൊണ്ട് ഇവർ ട്രാവൽ ചെയ്തൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇവർ ഉറങ്ങാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ വേണ്ടി പോകുന്നത് ടെസ്കോയിലേക്കാണ്. ടെസ്കോയിൽ പോയിട്ട് കുറച്ച് ഗ്രോസറീസ് മേടിക്കുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യും. കുക്ക് ഇറങ്ങി മടി. ടെസ്കോയിൽ നിന്ന് നമ്മൾ ഇനി നേരെ പോകാൻ വേണ്ടി പോകുന്നത് സ്റ്റാർബക്സിലാണ്. അപ്പോൾ സ്റ്റാർബക്സിന് ഇവിടെ പല രീതിയുണ്ട്. ചിലപ്പം നമുക്ക് ഡ്രൈവ് ത്രൂ കയറിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് മേടിക്കാവുന്ന രീതിയിലുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ഡൈനിൻ ചെയ്യാവുന്ന സ്ഥലങ്ങളുണ്ട്. ഇല്ല ടേക്ക് അവേ ഉണ്ട്. നമ്മൾ ഡൈനിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റാർബക്സിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഓക്കെ, അവർക്ക് ടെസ്കോയിൽ നിന്നൊരു മാഗസിനൊക്കെ കിട്ടി കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്കേ അവിടെ ഒരു ഐറ്റം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുപേരും ഓരോന്നെടുത്തു. അവിടെ ഇരുന്നോളും പുറകിൽ നൈസായിട്ട്. നമ്മൾ രക്ഷപ്പെട്ട്. അങ്ങനെ കുറേ കാലത്തെ വാഗ്ദാനങ്ങൾക്ക് ശേഷം ഇന്നവരെ സ്റ്റാർബക്സിൽ കൊണ്ട് ഇറക്കി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കേ ഇവരുടെ മൈൻഡ് മാറിയേ. ഇവർ വേറെന്തൊരു സാധനം ഓർഡർ ചെയ്ത്. എന്നാടി ഇത്? കേക്ക് പോപ്പ്. ഒരു ലോലിപോപ്പ് ആണ്. അതിന്റെ പുറത്തിരിക്കുമ്പോൾ ലോലിപോപ്പിനെ പോലെയാണ്, പക്ഷെ അകത്ത് കഴിക്കുമ്പോൾ കേക്കാ. അത് മേടിച്ച് എന്നാണെങ്കിലും കൊണ്ടുവന്നു. അന്നേരത്തേക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ മൈൻഡ് ചേഞ്ച് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഈ സാധനം വേണം. അവർ രണ്ടും നമ്മളെ കൊണ്ട് മേടിപ്പിച്ച് മുതലെടുത്തുനിന്ന്. ഇനി കുറേ ദിവസത്തേക്ക് പുറത്തോട്ടില്ല മക്കളെ ഇനി നിങ്ങളെ കൊണ്ട്. അങ്ങനെ എത്ര സാധനങ്ങൾ വാങ്ങി നമ്മൾ വീട്ടിലെത്തി. ഇനി എന്നാ ചെയ്യുന്ന അറിയാം. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റാർബക്സ്? ഐസിന്റെ ആ സാധനം കയ്യിലെടുത്തോണ്ട് വന്നിട്ട് ആ സാധനം വന്നപ്പോൾ എടുത്തോണ്ട് വന്നു. അത് കൈ കൊണ്ടുവന്ന് കൈ പിടിച്ച് കൈ തണുക്കുമെന്ന് പറഞ്ഞു.
ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 കൊറോണ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന വഴിക്ക്. ഇനിയിപ്പോൾ കൊറോണ ഒരു 3-4 അടിക്കുന്നു, കുറച്ച് പോർക്ക് ഉണ്ടാക്കുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത്. ഇന്ന് സുമിക്ക് ഡ്യൂട്ടി ആയിപ്പോയി. സാധാരണ അവൾക്ക് പിന്നെ ഡ്യൂട്ടി ഉണ്ടാവാറില്ലാത്തതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവളും കൂടെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ചുമ്മാ ഒരു രസമല്ലേ. പിന്നെ ഞങ്ങൾ ഇന്ന് പോയത് ഞങ്ങൾ ലാസ്റ്റ് ടൈമില്ല ആക്ച്വലി ആയിട്ട് സ്റ്റാർബക്സിൽ പോകാൻ നോക്കി. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ അപ്പോഴത്തേക്കില്ലേ എല്ലാം പ്രശ്നമായിപ്പോയി, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ വേറെ ആവശ്യത്തിലും പ്ലാൻ ചെയ്യാൻ പോയി, പക്ഷേ അതും കൂടെ നന്നായിട്ടായില്ല, അതുകൊണ്ട് നിന്നാ പോകുന്നത്. കണ്ടോ, ഇന്ന് പോയി സൂപ്പറായില്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.